അഷ്ടമുടിയുടെ അനന്തമായ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് മുഴുവനായും കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ച് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ റീക്രിയേഷൻ ഹബ്ബ് ആക്കി മാറ്റുന്നതിനായുള്ള പ്രവർത്തനമാണ് തുടരുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം മറീന പുനർജനി കോംപ്ലക്സ്, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് ട്രെയിൽ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, അഡ്വഞ്ചർ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ടെത്തി നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി. തലശ്ശേരി മുതൽ ശിവഗിരി വരെ 2024 മുതൽ അനുവദിച്ച പദ്ധതികളുടെ വിലയിരുത്തലാണ് തുടരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടതിൽ തൃപ്തികരമായതും അല്ലാത്തതുമായ പ്രോജക്റ്റുകളെക്കുറിച്ച് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആ പ്രോജക്ട് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ പ്രോഗ്രസിന്റെ ഇവാലുവേഷന് വേണ്ടിയാണ് സെൻട്രൽ ടൂറിസം മിനിസ്ട്രിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം തലശ്ശേരി തുടങ്ങി ശിവഗിരി വരെയുള്ള പ്രോഡക്ട്സ് മുഴുവൻ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തലശ്ശേരിയിലെ പ്രോജക്ട്സിനെ സംബന്ധിച്ച് അത്ര തൃപ്തികരമായ വർക്ക് പ്രോഗ്രസ് അല്ല കണ്ടത്. അവിടുത്തെ ജഗന്നാഥ സ്വാമി ടെമ്പിൾ വർക്ക്സ് നല്ല ഫുൾ സ്വിങ്ങിലാണ് നടന്നത്. പൊന്നം, അംഗം, കളരി അതുപോലെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ലാഗിങ് ഫാർ ബിഹൈൻഡ്. അപ്പോൾ അത് റിപ്പോർട്ട് തയ്യാറാക്കി പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ അവതരിപ്പിക്കാം. വടകരയിലെ സർഗാലയ വണ്ടർഫുൾ പെർഫോമൻസ്, നല്ല പ്രോഡക്റ്റുമാണ്. അത് നല്ല ടൂറിസം പ്രോഡക്റ്റായിട്ട് കേരളത്തിന് ലഭിക്കുന്ന ഉന്നത നിലവാരം പുലർത്തുന്ന, നമുക്കൊന്നും ഒരുപക്ഷെ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ടൂറിസം എക്സ്പീരിയൻസ് ആയിരിക്കും സർഗാലയ. അത് സാസ്കിയുടെ കീഴിലുള്ള 97.3 ക്രോസിൻ്റെ പ്രോഡക്റ്റാണ്. അത് നല്ല വർക്ക് പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. ഡിസംബർ 1-ാം തീയതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. മലമ്പുഴ ഉദ്യാനത്തിൻ്റെ പണികളും വളരെ മോശപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ കച്ചവടക്കാർക്കും അവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ, അവർക്കെല്ലാം ജോലി പൂർണ്ണമായും കഴിഞ്ഞ 1.5 വർഷക്കാലം ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് അവരെയൊക്കെ തള്ളിവിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു മുടക്കം വരുത്തുന്ന ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിനുള്ള താക്കീതും നൽകി കഴിഞ്ഞു. അത് മുൻപോട്ട് എത്രയും പെട്ടെന്ന് തീർത്തെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പുതിയ ചില സംവിധാനങ്ങളും അവിടെ നിർദ്ദേശിച്ചിട്ടാണ് പോകുന്നത്. ആലപ്പുഴ വാട്ടർ വേൾഡ് കനാലിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ്, അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ നേച്ചറിലുള്ള ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ, അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് എല്ലാം അടങ്ങുന്ന ഒരു വികസനമാണ്. അതിന് how much was it? Alapi? Alapi was 93 crores. ആലപ്പുഴയിലെ വാട്ടർ വേൾഡ്. കൊല്ലത്തേക്ക് വരുമ്പോൾ വളരെ നല്ല പ്രോഗ്രസ് ആണ് കാണുന്നത്. ഒക്ടോബറിൽ അവർ ഫിനിഷിംഗ് എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് സർഗാലയ പോലെ തന്നെ, വടകര സർഗാലയ പോലെ തന്നെ കൊല്ലത്തെ പുനർജനി ആയാലും ശരി തന്നെ, ചിൽഡ്രൻസ് പാർക്ക് ആയാലും റെസിഡൻസി, ആ വളപ്പിൻ്റെ മുഴുവൻ വികസനം പുതിയ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു കാത്തിരിക്കുന്ന കൊല്ലംകാർക്കും കൊല്ലത്തെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വരുന്നവർക്കുമെല്ലാം വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കപ്പെടുന്ന നിമിഷങ്ങളും നമുക്കൊരു പക്ഷേ ഈ വർഷം തന്നെ രാജ്യത്തിന് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. ശിവഗിരി 2018 മുതൽ അതികഠിനമായി അതൊന്ന് തീർത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് വിഘാതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുഴുവൻ ഈ ഒരു മീറ്റിങ്ങോടുകൂടി സോർട്ട് ഔട്ട് ചെയ്ത് സ്മൂത്തായിട്ട് ഫെബ്രുവരിക്കുള്ളിൽ അത് തീർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി ശിവഗിരിയുടെ കൂടെ തന്നെയുള്ള പ്രോജക്ട്സ് എല്ലാം ഏതാണ്ട് നിയറിങ് കംപ്ലീഷൻ സ്റ്റേജസിലാണ്.
ഇനി വരാനിരിക്കുന്ന ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളിൽ 50 ഇന്ത്യയിലായിരിക്കുമെന്നും കേരളത്തിൽ ഒന്ന് ഉറപ്പായി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി സർക്യൂട്ട് പദ്ധതിയുടെ അവലോകന യോഗത്തിലും ശാന്തിഗിരി പ്രസാദ് പദ്ധതി സംബന്ധിച്ച യോഗത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. KTDC അക്വാലാൻഡിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പ്, ITDC തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ശിവഗിരി, ശാന്തിഗിരി ആശ്രമങ്ങളിലെ പ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. 3 ദിവസമായുള്ള യാത്രയിൽ വിവിധ ജില്ലകളിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി.